മലയാളികളുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് പാർവതി കൃഷ്ണ. പ്രേക്ഷകരുടെ വളരെയധികം സോഷ്യൽ മീഡിയയിലുമൊക്കെ സജീവമായ താരത്തിൻ്റെ ഭർത്താവായ ബാലുവിൻ്റെ പിറന്നാൾ ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോഴിതാ പാർവതി ബാലുവിന് സോഷ്യൽ മീഡിയയിൽ ആഘോഷം നടത്തിയതിനു പിന്നാലെ എല്ലാവരും ശ്രദ്ധിച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. പാർവതിയും ബാലുവിൻ്റെ അമ്മയും കൂടി ബാലുവിൻ്റെ പിറന്നാളിന് കേക്ക് മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടായൊരു സംഭവമാണ് വീഡിയോയിൽ രസകരമായി തോന്നുന്നത്. വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാകും. ആദ്യം അമ്മയ്ക്ക് കൊടുക്ക് എന്ന് പറഞ്ഞ് പാർവതി ബാലുവിനോട് പറയുന്നു. ബാലു അതുപോലെ അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ അമ്മ പറയുന്നു അവൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. സാധാരണ എല്ലായിടത്തും ഇത്തരത്തിലൊരു കാര്യം നടക്കുകയാണ് ചെയ്യുന്നതെന്നും ഇതൊരു വലിയ കാര്യമൊന്നുമല്ലെങ്കിലും വളരെ ഭംഗിയായി ആ കുടുംബത്തിൻ്റെ ഒത്തൊരുമയും സ്നേഹവും നമുക്ക് കാണിച്ചു തന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യമായി മലയാളി പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് കാണുന്നത്. കേക്ക് മുറിക്കുന്ന സമയത്തിൽ ആർക്ക് ആദ്യം കൊടുക്കണമോ എന്നുള്ളതിലല്ല നമുക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി തരുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ വളരെയധികം കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുകൂടി പറയുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം കൃത്യമായി ഇത് മനസ്സിലാക്കി തരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴിതാ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു താരം എന്നുകൂടി നമുക്ക് പറയാൻ പറ്റുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആരാധകരുടെ സ്നേഹം വളരെയധികം കൃത്യമായി മനസ്സിലാക്കുന്ന പോലെ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതിയും പിടിച്ചു പറ്റുന്നത് എന്ന് പറയാം. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു വാർത്തയ്ക്ക് അപ്പുറം തന്നെയായി ഇത് മാറുന്നു. പാർവതി എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വ്യക്തിയല്ല. ഫേസ് യോഗയെ പറ്റിയും തൻ്റെ ബിസിനസ്സിനെ പറ്റിയുമൊക്കെയാണ് കൂടുതലും പാർവതി പങ്കുവെക്കാറുള്ളത്. പിന്നീട് പങ്കുവെക്കുന്നത് മകൻ അച്ചുവിനെ കുറിച്ചാണ്. അതാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പാർവതി പങ്കുവെക്കുന്നതിൽ ഇഷ്ടമുള്ളൊരു കാര്യം. പ്രേക്ഷകർ എപ്പോഴും വളരെയധികം നല്ല കാര്യമായി തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് പ്രേക്ഷകരുടെ പ്രീതി ലഭിക്കുന്നു എന്നുകൂടി നമുക്ക് പറയാൻ പറ്റുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത് എന്നുകൂടിയാണ് പറയുന്നതും കേൾക്കുന്നതും. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് പ്രേക്ഷകരുടെ പ്രീതി ഏറ്റുപിടിക്കുന്നത് എന്നുകൂടി പറഞ്ഞേ മതിയാകൂ. ഇപ്പോൾ പാർവതിയും ബാലുവും പിറന്നാൾ ആഘോഷിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇവരുടെ അരികിലേക്ക് എത്തുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന പോലെയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ആരാധകർക്ക് അത് വളരെയധികം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ഈ വാർത്തയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതിനായി മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. ഓരോ തവണയും ആരാധകരുടെ സ്നേഹം അത്രത്തോളം ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.